Download now. CC Learning app. Hello everyone, welcome to Competitive Cracker. So everyone, please download Competitive Cracker app. So നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പിൽ ഇഷ്ടംപോലെ ഫ്രീ ക്യൂസസ് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഇന്ന് തന്നെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും വാർത്തകളിൽ കേൾക്കുന്ന ഒരു പേരാണ് ഹോർമൂസ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഹോർമൂസ് കടലെടുക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ പത്രം എടുത്താലും TV-യിലെ ന്യൂസ് വെച്ച് നോക്കിയാലും ഇതിന്റെ ഒരു വാർത്തയുള്ളൂ. ഹോർമൂസ് ഇന്ത്യക്കായി തുറന്നിടും, സുഹൃത്ത് രാജ്യങ്ങളിലെ കപ്പലുകൾ കടന്നു പോകാൻ ഇറാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ ഹോർമൂസ് കടലെടുക്കിലൂടെ ഒരൊറ്റ കപ്പൽ പോലും പോകില്ല, നമ്മളൊക്കെ ഗ്യാസ് ഇല്ലാണ്ട് തന്നെ ജീവിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നമുക്ക് ഹോർമൂസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ഈ ഹോർമൂസ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് സ്വരാഷ്ട്രീയൻ ദൈവമായിരുന്ന അഹുര മസ്ദ, എന്താണ് അഹുര മസ്ദ എന്ന പേരിൽ നിന്നാണ് നമ്മുടെ ഹോർമൂസിന് ആ പേര് കിട്ടിയത്. അഹുര മസ്ദ എന്ന് പറയുന്നത് സ്വരാഷ്ട്രീയൻ മതത്തിലെ സുപ്രീം ഡെയിറ്റി ആയിരുന്നു. ഓക്കെ, സ്വരാഷ്ട്രീയൻ മതം എന്ന് പറയുന്നത് ഇറാനിലെ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള പ്രധാന മതമായിരുന്നു സ്വരാഷ്ട്രീയൻ മതം എന്നുള്ളത്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കും. പക്ഷെ അത് കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ഒരു സെക്ഷൻ ഒന്നും നമ്മുടെ സിലബസിലില്ല. പകരം എന്താണ് ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ചോദിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഈ ഒരു ഹോർമൂസ് സ്ട്രെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജോഗ്രഫി സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ജോഗ്രഫി ആയിട്ട് വരുന്ന ഒരു കറണ്ട് അഫയർ ആണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഹോർമൂസ് കടലെടുക്ക് നോക്കാം. എന്താണ് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലെടുക്കാണ് നമ്മുടെ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിന്റെ അല്ലെങ്കിൽ ഒരു കടലിന്റെ കുറച്ച് ഭാഗം രണ്ട് കരകളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അത് വിളിക്കുന്ന പേരാണ് എന്താ ഗൾഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ ഒമാൻ ഗൾഫ് എന്ന് പറയുന്നത്. ഈ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിലുള്ള ചെറിയ ഒരു നാരോ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇതിന്റെ വടക്ക് ഭാഗത്ത് എന്താണ് ഇറാനാണ്, തെക്ക് ഭാഗത്ത് ഒമാനും ഉണ്ട്, UAE ഉണ്ട്. ഒമാൻ UAE അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഒമാന്റെ കുറച്ച് ഭാഗം UAEയുടെ കുറച്ച് ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% മുതൽ 30% വരെ ഈ കടലൊടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കാര്യം നമുക്ക് ആരും പറയാണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലുകളിലൊന്നും ഗ്യാസ് ഇല്ലാതെ വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യമായിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടുന്നില്ല. ഈ ഒരു രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാഖ് ആയാലും കുവൈറ്റ് ആയാലും സൗദി അറേബ്യ ആയാലും ഖത്തർ ആയാലും ഇതൊക്കെ എണ്ണയാൽ സമ്പന്നമായുള്ള രാജ്യങ്ങളാണ്. സോ ഇവിടെ നിന്നുള്ള എണ്ണയെല്ലാം കടന്ന് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് താണ്ടി മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. അവിടെയുള്ള കപ്പലുകൾക്ക് ഈ ഒരു സ്ട്രെയിറ്റ് കടന്നേ പോകാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സ്ട്രെയിറ്റ് ഇറാൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിന്നുള്ള എണ്ണയൊന്നും പുറത്തേക്ക് കപ്പൽ വഴി പോകുന്നില്ല. അതാണ് അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന്റെ. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം വെറും 33 കിലോമീറ്റർ മാത്രമാണ്. ഈ 33 കിലോമീറ്ററിൽ ഇറാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ മൈനുകൾ പാകി. അതായത് കപ്പൽ പോവുകയാണെങ്കിൽ ഈ മൈൻ പൊട്ടി കപ്പലെല്ലാം അപകടത്തിൽപ്പെടും. സോ അവിടെ മൈനുകൾ വിതറിയാണ് ചെയ്തത്. വെറും 33 കിലോമീറ്റർ മാത്രമാണ്. ലോക സമ്പദ് വ്യവസ്ഥയുടെ കഴുത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ഹോർമൂസ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക സമ്പദ് വ്യവസ്ഥയുടെ കഴുത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചോക്ക് പോയിന്റ് എന്നാ പറയുന്നത്. ഒരു ഇറാൻ എംബസി ട്വീറ്റ് ചെയ്ത ഒരു പിക്ചറാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കഴുത്ത് അവിടെ കുടുങ്ങിയ പോലെ അവിടെ കാണിക്കുന്നത്. കാരണം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ താളം തെറ്റിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് നമ്മുടെ ഹോർമൂസ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കടലെടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇനി എന്താണ് നമുക്ക് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കടലെടുക്ക് നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്താണ് ഒരു കടലെടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. എന്താണ്, രണ്ട് വലിയ ജലാശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും രണ്ട് കരഭാഗങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്ന വീതി കുറഞ്ഞ സ്വാഭാവിക ജലപാതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കടലെടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. നോക്കതേ, ഇവിടെ ഒരു സമുദ്രഭാഗമുണ്ട്, ഇവിടെയും ഒരു സമുദ്രഭാഗമുണ്ട്. ഇവക്കിടയിൽ എന്തുണ്ട്, രണ്ട് ലാൻഡ് മാസുകളുണ്ട്. ഈ ലാൻഡ് മാസുകൾക്ക് ഇടയിലുള്ള ഇവരെ രണ്ടു പേരെയും ബന്ധിപ്പിക്കുന്ന
ചെറിയ നാരോ ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ, നാരോ എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ പോയിന്റ്, ആ വീതി കുറഞ്ഞ ആ ജലപാത പോയിന്റ് അല്ല, ജലപാതേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കടലെടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്തൂടെ ഇഷ്ടം പോലെ കപ്പലുകളും അതോടൊപ്പം തന്നെ ആ ഒരു ഭാഗങ്ങളൊക്കെ പോകുന്നതാണ്. കപ്പലുകളും അതോടൊപ്പം തന്നെ വലിയ വലിയ വാണിജ്യ പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സോ ലോകത്തെ സംബന്ധിച്ചോളം പല സ്ട്രെയിറ്റുകളും ഉണ്ട്, അതിനെല്ലാം തന്നെ അതിനനുസരിച്ചുള്ള എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവ പ്രകൃതിദത്തമായി രൂപം കൊള്ളുന്നവയാണ്. എല്ലാ സ്റ്റേറ്റുകളും എന്താണ്, പ്രകൃതിദത്തമായിട്ട് രൂപം കൊള്ളുന്നവയാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിനും നാവിക ഗതാഗതത്തിനും ഇവ അത്യന്താപേക്ഷിതമാണ്. ഭയങ്കര ആയിട്ട് ഇതിന് എന്തുണ്ട്, എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെ ഭൂരിഭാഗം കപ്പൽ ഗതാഗതവും ഇത്തരം ഇടുങ്ങിയ പാതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട കപ്പൽ പാതകളെല്ലാം ഈ ഒരു ഇടുങ്ങിയ ആ ഒരു പോയിന്റിലൂടെയാണ് പോകുന്നത്. 2 കരകളുണ്ടായിരിക്കും, അതിനടുത്ത് നാരവായിട്ടുള്ള കുറച്ച് ജലപാതകൾ ഉണ്ടായിരിക്കും, അവിടെ കൂടിയാണ് എന്ത് പോകുന്നത്, പ്രധാനപ്പെട്ട കപ്പലുകളെല്ലാം, ലോകത്തിലെ എക്കണോമിയെ കൊണ്ടു നടക്കുന്ന കപ്പലുകളെല്ലാം പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട കടലെടുക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു കടലെടുക്കാണ് നമ്മുടെ ഹോർമൂസ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കടലെടുക്കാണ് മലാക്ക സ്ട്രെയിറ്റ് അല്ലെങ്കിൽ മലാക്ക കടലെടുക്ക് എന്ന് പറയുന്നത്. ഇത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആൻഡമാൻ കടലിലും ദക്ഷിണ ചൈന കടലിലും ഇടയിലായിട്ടാണ് നമ്മുടെ മലാക്ക സ്ട്രെയിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മലായ് പെനിൻസുലയെയും അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യയിലെ സുമാത്രനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയുടെ ഏറ്റവും തെക്കേ അറ്റമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ബേ ഓഫ് ബംഗാൾ വഴി ചൈനയിലേക്കും അതോടൊപ്പം തന്നെ ഫിലിപ്പീൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന കപ്പലുകളെല്ലാം ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിലൂടെ കടന്നാണ് പോകുന്നത്. അപ്പൊ അവിടെ ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിലൂടെ പാസ് ചെയ്ത് പോകുന്ന കപ്പലുകളുടെ ഒരു ഇടത്താവളമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. സോ സിംഗപ്പൂർ ലോകത്തിലെ വാണിജ്യ കാര്യങ്ങളുടെ പ്രധാന കേന്ദ്രമായതിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഈ മലാക്ക സ്ട്രെയിറ്റിന്റെ ആ ഒരു സാന്നിധ്യം കൂടിയാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട മറ്റൊരു സ്ട്രെയിറ്റ് ആണ് ജിബ്രാൾട്ടർ കടലെടുക്ക്. ജിബ്രാൾട്ടർ കടലെടുക്ക് എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ സീയുടെ താക്കോൽ എന്നൊക്കെയാണ് നമ്മുടെ ജിബ്രാൾട്ടർ കടലെടുക്ക് അറിയപ്പെടുന്നത്. അറ്റ്ലാന്റിക് സമുദ്രവും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലും തമ്മിൽ വേർതിരിക്കുകയാണ് നമ്മുടെ ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത് യൂറോപ്പിനെയും അതോടൊപ്പം തന്നെ ആഫ്രിക്കനെയും വേർതിരിക്കുന്ന ഒരു കടലെടുക്കാണ്. ഇതിന്റെ വടക്ക് ഭാഗത്ത് യൂറോപ്പിലെ സ്പെയിൻ ആണ്, തെക്ക് ഭാഗത്ത് നമ്മുടെ ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യമാണ്. സോ ഈ ഒരു ജിബ്രാൾട്ടർ കടലെടുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒക്കെ വിച്ഛേദിക്കാനായിട്ട് പറ്റും. ഇതുവഴിയുള്ള കപ്പലുകളൊന്നും ആ വഴി പോകില്ല. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കടലെടുക്കാണ് പാക് കടലെടുക്ക് അല്ലെങ്കിൽ പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിലെ മാന്നാർ എന്ന് പറയുന്ന സ്ഥലവും അതോടൊപ്പം തന്നെ ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യനെ ശ്രീലങ്കേനും വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക്. പാക്കിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് PALK ആണ് കേട്ടോ, PALK ആണ്. ഈ റീസെന്റ് 1 വർഷം മുമ്പ് എന്തോ ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായപ്പോൾ ആളുകൾ പറഞ്ഞു പാക് സ്ട്രെയിറ്റിന്റെ പേര് മാറ്റണമെന്ന്, കാരണം അതിൽ പാക് ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ അവിടെ ഒരു PALK ആണ് കേട്ടോ. ഓക്കെ, പാക് കടൽ PALK കേട്ടോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കടലെടുക്കാണ് ബെറിങ് കടലെടുക്ക്. ബെറിങ് കടലെടുക്കിനും മറ്റു കടലെടുക്ക് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ഭാഗം USA ആണ്, ഈ ഒരു ഭാഗം റഷ്യയാണ്. റഷ്യനെയും അമേരിക്കനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കാണ് നമ്മുടെ ബെറിങ് കടലെടുക്ക് എന്ന് പറയുന്നത്. സോ ബെറിങ് കടലെടുക്ക് ഒരു കാലഘട്ടം വരെ, പ്രത്യേകിച്ച് കോൾഡ് വാർ ഒക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനൊക്കെ വേദിയാകേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ്. എന്തോ ഭാഗത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ആർട്ടിക് സമുദ്രത്തിനെയും നമ്മുടെ പസഫിക് സമുദ്രത്തിനെയും വേർതിരിക്കുന്ന ഒരു കടലെടുക്ക് കൂടിയാണ് നമ്മുടെ ബെറിങ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒരു കടലെടുക്കും ഒരു കനാലും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. കടലെടുക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പ്രകൃതിദത്തമായിട്ടായിരിക്കും. ഇനി ഇതേ കടലെടുക്ക് തന്നെ അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കനാൽ എന്ന് പറയുന്നത്. കനാല് ആർട്ടിഫിഷ്യൽ ആണ്, അതേസമയം കടലെടുക്ക് എന്നുള്ളത് പ്രകൃതിദത്തമാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആണ്. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ പാക് കടലെടുക്ക്, ജിബ്രാൾട്ടർ കടലെടുക്ക് ഇതെല്ലാം എന്താണ്, പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ജലപാതകളാണ്.
ഇനി കനാലുകൾ നോക്കുകയാണെങ്കിൽ സൂയിസ് കനാൽ, പനാമ കനാൽ എന്നതെല്ലാം പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയ ജലപാതകളാണ് സൂയിസ് കനാലും അതോടൊപ്പം തന്നെ പനാമ കനാലും. ഇനി ഇവരുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ സമുദ്രങ്ങൾക്കിടയിൽ സ്വാഭാവികമായി രൂപപ്പെടുന്നതാണ്. അത് തന്നെയാണ് നമ്മുടെ കനാലുള്ള സ്വാഭാവികമല്ല, പക്ഷെ എന്താണ്, രണ്ട് ജലാശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കരയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ കനാലുകൾ എന്ന് പറയുന്നത്. മനുഷ്യൻ നിർമ്മിച്ചതാണ് രണ്ട് ജലാശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് സൂയിസ് കനാൽ ആണെങ്കിൽ അവിടെ ചെങ്കടലും അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലും തമ്മിലാണ് അവിടെ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ പനാമ കനാൽ ആണെങ്കിലോ അത് അറ്റ്ലാന്റിക് ഓഷ്യനെയും അതോടൊപ്പം തന്നെ കരീബിയൻ കടലിനെയുമാണ് അവിടെ ബന്ധിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റിൽ അവിടെ പ്രത്യേകിച്ച് നിർമ്മാണ ചെലവൊന്നുമില്ല. അതേസമയം നമ്മുടെ കനാലുകൾ നിർമ്മാണത്തിനും പരിപാലനത്തിനും നല്ല ചെലവുണ്ട്. സൂയിസ് കനാൽ അത്ര ഇല്ലെങ്കിലും പനാമ കനാലിന്റെ പരിപാലനത്തിന് നല്ല രീതിയിൽ ചെലവൊക്കെ ഉണ്ട്. പനാമ കനാലിന്റെ വീഡിയോ ഒക്കെ ജസ്റ്റ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കപ്പലുകൾ അങ്ങനെ താഴെയും പൊങ്ങിയൊക്കെ ചെയ്തിട്ടാണ് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് കനാലുകളും അതോടൊപ്പം തന്നെ കടലെടുക്കലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് അടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അതിനായിട്ട് നമ്മൾ CC ലോഞ്ച് ചെയ്തേക്കുന്ന പുതിയ ബാച്ചാണ് ഡിഗ്രി പ്രിലിംസിനായിട്ട്. ഇറ്റ് ഇസ് കോൾഡ് ബൂസ്റ്റർ ബാച്ച്. 20 മണിക്കൂറിന്റെ ടൈം ടേബിൾ പ്രകാരം 5 മോഡൽ എക്സാമുകളും ഉൾപ്പെടുത്തി ഹോട്ട് ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ ബാച്ചാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൽ ലോഞ്ച് ചെയ്യുക. നമുക്ക് അവസാന നിമിഷ റിവിഷൻ ആയിട്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് മാർഗമാണ്. സോ നമ്മുടെ ഈ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്നാണ് നമ്മുടെ നമ്പർ. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഫ്രീ ഗ്രൂപ്പ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് കുറച്ച് കണ്ടന്റ് കണ്ടല്ലോ, ഇതൊന്നുമല്ല നമ്മുടെ CC ലേണിംഗ് ആപ്പിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പ് ആയിട്ടുള്ള കുറച്ചുകൂടി കണ്ടന്റ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Download now. CC Learning App.